എന്താ ഒരു ദേഷ്യം? എന്താ ദേഷ്യപ്പെട്ടിരിക്കണ്? ഒന്നുമില്ല. ഒന്നുമില്ലാതെ മോന്ത അങ്ങനെ ആവില്ലല്ലോ. എന്താന്ന് പറയും? ഞാൻ ഉള്ളിൽ തിന്നാട്ട് വെച്ച് പയമ്പരി തിന്നു. ഹിബ ഓ പറ്റി കോളൊന്ന് പേടിപ്പിച്ചൂടെ? ഞാൻ എന്തിനാ പേടിപ്പിക്കുന്നത്? ഇനി നിനക്ക് തന്ന പഴമ്പരി നീ തന്നാ പോരെ? അവക്ക് തന്നാ അവള് തിന്നൂലേ? എനിക്ക് എടുത്ത വെച്ച പയമ്പരി ഓൾത്ത് തിന്നല്ലേ? ഓൾട്ട് ഞാൻ ചോദിക്കാൻ പോയാ ഓള് പോയി അടിക്കാനൊക്കെ വരികയാണ്. കോളൊന്ന് പറഞ്ഞാ മനസ്സിലാക്കിക്കൂടെ? ഞാൻ അവള് വന്ന നീ അവളെ ചോദിക്കാം. ഓളെ പേടിയാ. ഇത് ഞാൻ അവളോട് ചോദിക്കും. അവൾ അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഇപ്പച്ച കൊയ്ക്കും. ഇപ്പച്ചക്ക് തന്നെ ഓളെ പേടിയാണ്. കുട്ടികളെ വരച്ച വരയിൽ നിർത്തണം. ഇൻസൾട്ട്. ഞാൻ ഇന്നാളെ ഞാൻ വരച്ച വരി നിർത്തി കാണിച്ചല്ല. ലെഫ്റ്റങ്ങോട്ട്. എന്താ അവളെ നോട്ടം കണ്ടില്ലേ? അവളുണ്ടാക്കി വെച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കണ നീയാണല്ലേ. മറ്റുള്ളവർക്കൊന്നും വേണ്ട. നിക്ക് ഇങ്ങോട്ട് മാറി നിക്ക്. ഞാൻ ഭക്ഷണ സാധനങ്ങൾ എടുത്തൊന്നും ആരാ പറഞ്ഞേ? നീ അടുത്തുനിന്ന് ആരും പറയൊന്നും വേണ്ട. അവിടെ എല്ലാവർക്കും അറിയാം നീ എടുക്കണെന്ന്. മേലുള്ള ആ പരിപാടി നിർത്തിക്കോണം. മനസ്സിലായോ? നീ എപ്പോഴും തന്നെയുള്ള പണി. ആരെങ്കിലും എന്തെങ്കിലും ഫുഡ് കണ്ടാൽ മതി എപ്പോ ചാടി വീണാക്കെടുത്ത് കഴിക്കും. തിന്നാ എന്ത് സ്വഭാവം അത്? ആ പരിപാടി നിർത്തിക്കോട്ടോ. അപ്പച്ചക്ക് എന്തിന്റെ സൂക്കടാണ്? ഇപ്പച്ചി ഒരു പഴമ്പൊരി എടുത്തതിന് ഇപ്പൊ എന്താ ഇത്ര വലിയ പ്രശ്നം? ഒരു പഴമ്പൊരി തിന്നതല്ലേ? ചെറിയ കുട്ടിയല്ലേ ഓള്? ഒരു പഴമ്പൊരി എടുത്തതിന് ഇപ്പൊ ഇത്ര പ്രശ്ന? ഓളിപ്പോ ഈ പഴമ്പൊരി എടുത്തതിനെ പച്ചക്ക് ഇത്ര പ്രശ്നം? ഈ പോയിക്കോട്ടെ. ഞാൻ ഓളൊരു പഴമ്പൊരി എടുത്ത് തിന്നാ വെച്ചിരിക്കുന്നത്. ആ പോയി. ഇപ്പ അത് അടുക്കള പോയില്ല പഴമ്പൊരി മൊത്തം തീർന്നിട്ടുണ്ടാവും. വേഗം പോയി വേണമെങ്കിൽ വരച്ച വരെ നിർത്തിക്കോ. പച്ചക്ക് ഇപ്പോൾ ഓളെ പേടിയാ. വരച്ച വരി നിർത്തേണ്ടത് ഓളല്ല.